അശ്ലീല സന്ദേശം അയച്ചെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചത്. നിയമവിരുദ്ധമായ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ, ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ? ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി, ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബർ ഇടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന, പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന, എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും. അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും. ലിജോ റോളൻസും KR സാജുവും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ആദ്യം ലിജോയിലേക്ക്. ലിജോ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ട മൗനം. ആ മൗനത്തിനിടയിൽ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം, എന്ത് ന്യായീകരണം പുതുതായി നിരത്തണം? രാജിവെക്കാൻ തന്നെയായിരുന്നു തീരുമാനമെങ്കിൽ കൂടിയും അങ്ങനെ പെട്ടെന്ന് രാജിവെച്ചൊഴിയുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഒരു പുതിയ നിലപാടായി എടുക്കണം എന്നതൊക്കെ ഒരേ സമയം രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് നേതൃത്വത്തിലുമൊക്കെ നടന്ന ചർച്ചകൾ കൊടുക്കമാണ് ഇന്ന് 1:30 രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി സമർപ്പിച്ചത്. ആ രാജി സമർപ്പിച്ചുകൊണ്ട് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായതെന്താ? സൈഫുദ്ദീനെ പാർട്ടിയോടുള്ള ആ ഒരു സ്നേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ആ രാജിയെ ന്യായീകരിച്ചത്. അതായത് തനിക്കെതിരെ വന്ന ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല, അതിലൊന്നും സത്യാവസ്ഥയില്ല, ഒന്നുമില്ല, അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് തന്നെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ രാജി പ്രഖ്യാപനം 1:30 നടത്തിയത്. അതിന് മുൻപ് തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടത്. പക്ഷേ രാഹുൽ അതെല്ലാം ഒരു വശത്ത് തള്ളുന്നുണ്ടായിരുന്നു. അതെല്ലാം സത്യമെന്നുള്ളത് കൃത്യമായി അറിയാമെങ്കിൽ പോലും രാജി പ്രഖ്യാപിച്ച് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ആരോപണങ്ങളെല്ലാം തന്നെ, അതായത് യുവനടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെക്കുറിച്ചായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു വിദേശത്ത് ഇരുന്നുകൊണ്ട് എഴുതുന്ന ആ പോസ്റ്റിൽ പറയുന്നത് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായി ആർക്കെങ്കിലും എന്തെങ്കിലും തന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് പരാതി നൽകട്ടെ എന്നാണ് പറയുന്നത്. അതായത് ഓഡിയോ സന്ദേശം ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. ആ ക്ലിപ്പ് വ്യാജമാണെന്ന് പറയാൻ രാഹുൽ തയ്യാറാകുന്നില്ല. രാഹുൽ പറയുന്ന കാര്യം ഇതായിരുന്നു, അതായത് ഈ പറഞ്ഞ ആരോപണങ്ങളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏതെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ, തനിക്കെതിരെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വെല്ലുവിളി പോലെ ഒരു സ്വരത്തിലായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ നേരിടാൻ താൻ തയ്യാറാണ്, അവിടെ തൻ്റെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതിൻ്റെ മറുവശം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഗത്യന്തരവും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഏറെ കോളക്കം സൃഷ്ടിച്ചതായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. വ്യാജ ID വിവാദം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അതിന് പിന്നാലെ വന്നു. അതിനൊക്കെ ഒടുവിലായിരുന്നു ഈ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന് പിന്നാലെ ഏകദേശം 2 വർഷമാകുമ്പോൾ തൻ്റെ ടേം ഒന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ ഏറ്റെടുത്ത പല കാര്യങ്ങളും പാതി വഴിക്ക് ഉപേക്ഷിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നാണം കിട്ടിറങ്ങിപ്പോകേണ്ടി വന്നതെന്ന് പറയുന്നത് ഈ ഉയർന്നു വന്ന വിവിധമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിൽ സംസ്ഥാന നേതൃത്വത്തിന് പുറമെ AICCക്കും അതിൽ വലിയ രീതിയിലൊരു അതൃപ്തിയുണ്ട്. കാരണം
സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഭരണകക്ഷിക്കെതിരെ ഉയർന്നു വരുന്നത്. ആ ഒരു സാഹചര്യം അത് മുതലാക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇല്ലാതായി പോകുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ വരികയും ഇന്ന് കൂടുതൽ ആരോപണങ്ങൾ വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനെ ഒന്ന് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് രാജി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നത്. പ്രതിഷേധങ്ങൾ ഒത്തിരി ശക്തമായി വരുന്നുണ്ട്. അതായത് ഈ സ്ഥാനം മാത്രം രാജിവെച്ചാൽ പോരാ, MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ രാഹുൽ മറുവശത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. മുകേഷ് MLAക്കെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ വന്നു. മാത്രമല്ല നിലവിൽ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനെതിരെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. പലർ പരാതിയൊക്കെ ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിൽ അവരൊക്കെ എന്തായിരുന്നു ഇടത്തൊരു നിലപാടെന്നാണ് ചോദിച്ചത്. എന്തായാലും MLA സ്ഥാനത്തിന്റെ രാജിയെക്കുറിച്ച് രാഹുൽ ഇപ്പോൾ ചിന്തിക്കുന്നില്ലേ? മറ്റു വഴികളൊന്നുമില്ലാതെ പാർട്ടിയിൽ തനിക്കുണ്ടായിരുന്നു, അതായത് പാർട്ടിയിൽ തന്നെ പിന്തുണച്ചിരുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എപ്പോഴും ചേർത്ത് നിർത്തിയിരുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു കോക്കസ് ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ കൈയൊഴിഞ്ഞു. രമേശ് ചെന്നിത്തലയാകട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ, എല്ലാവരും പല വഴിക്ക് കൈയൊഴിഞ്ഞതോടുകൂടെ മറ്റു വഴികളില്ലാതെ രാജിവെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണ രാഹുലിന്റെ ഒരു പോകുന്നു. സാജു, ലിജോ സൂചിപ്പിച്ചതുപോലെ നാണക്കേടോടുകൂടിയുള്ള പടിയിറക്കം. ഇതിലിപ്പോൾ എന്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വെക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ന്യായീകരണങ്ങൾ കാണുമ്പോൾ ഒരു വിധമായിരുന്നുവെങ്കിൽ രാജി ഇല്ലാതെ തന്നെ അദ്ദേഹം തുടരാൻ ശ്രമിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്തായാലും എത്ര വലിയൊരു ഗതികേടിനൊടുക്കമാണ് ഇങ്ങനെ രാജിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പോകേണ്ടി വന്നതും ആ രാജി ചോദിച്ചു വാങ്ങേണ്ടി വന്നൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊന്ന് നേരത്തെ ലിജോ സൂചിപ്പിച്ചത് തന്നെയാണ്. എന്ന് വെച്ചാൽ നേതാക്കൾക്കടക്കം പുറത്തേക്കിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. VD സതീശനും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അടക്കം മറുപടി പറയാതെ ഇനിയൊരു സമയം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ നിർബന്ധമായും രാജി എന്നല്ലാത്തൊരു ഓപ്ഷൻ പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അത് ഉച്ചവരെ നീണ്ടുപോയത് എങ്ങനെയാണ് സാജു? സൈഫുദ്ദീൻ, നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അതിനപ്പുറമുള്ള ഗൗരവവും വ്യാപ്തിയും ആരോപണങ്ങൾക്കുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നേതാക്കൾ ഒന്നടങ്കം തന്നെ കൈവിട്ട് കളഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുറപ്പിക്കാം. ഒപ്പം ഹൈക്കമാൻഡിന്റെ മനസ്സുകൂടി അറിഞ്ഞാണ് കേരള നേതാക്കൾ പ്രതികരണങ്ങൾ നടത്തിയത് എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. കാരണം ഹൈക്കമാൻഡിന് മുന്നിൽ ഇതിനു മുന്നേ തന്നെ വിവിധ തരത്തിലുള്ള പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ലഭിച്ചിരുന്നു. അതുകൂടി മുഖവിലക്കെടുത്തുകൊണ്ട് കർശനമായ നിലപാട് വേണം എന്ന് ഹൈക്കമാൻഡ് തന്നെ KPCC നേതൃത്വത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. പരാതി ഗൗരവമായി പരിശോധിക്കണം, ഗൗരവമായ നിലപാട് വേണം എന്ന് ഹൈക്കമാൻഡ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള നേതാക്കൾ അതിശക്തമായ സമീപനം സ്വീകരിച്ചത്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് കേരള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ആവശ്യപ്പെടാൻ നിർദ്ദേശം നൽകി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് രാജിക്കത്ത് നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അത് അംഗീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിരുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ കാണുമ്പോഴും താൻ ഈ നിമിഷം വരെയും രാജിവെച്ചിട്ടില്ല, തന്നോടാരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു എന്ന് തെളിയിച്ചാൽ താൻ നിങ്ങൾ പറയുന്ന പണി ചെയ്യാം എന്നൊക്കെയുള്ള നാടകീയമായ വർത്തമാനങ്ങൾ പറയുക എന്നതായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ച സമീപനം. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഗൗരവം ഇല്ലാതാക്കി കളയാൻ വേണ്ടി അദ്ദേഹം നിയമപരമായ ഒരു പരാതിയും തനിക്കെതിരെ തനിക്കെങ്ങനെ ഒരു പരാതി, താൻ മകളെപ്പോലെ കാണുന്ന ആളിൽ നിന്ന് തനിക്ക് പരാതി ലഭിച്ചു, ഒരു പിതാവ് ചെയ്യേണ്ടത് എന്താണോ അത് ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതൊരു ശാസനയായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുത്തിരിക്കാം. VD സതീശൻ അത് ചെയ്തു എന്ന് സതീശൻ പറയുന്നുണ്ട്. അതൊക്കെ VD സതീശൻ മാധ്യമങ്ങൾക്ക് പറഞ്ഞതിന് ശേഷവും അതുവരെ തള്ളിക്കൊണ്ടുള്ളൊരു ന്യായീകരണമാണ് പിന്നീട് മാങ്കൂട്ടത്തിൽ ചമക്കുന്നത് കണ്ടത്.